ഇന്നലെ വലിയ പ്രഹസനത്തോടു കൂടി രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബുമായി എത്തി. നിലവിലെ സ്ഥിതി എന്താണ്? അതെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ. രാഹുൽ ഗാന്ധിക്ക് ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, ഒരേ ഒരു വിഷമമുണ്ട്. വിഷമം ന്യായമല്ല. കാരണം ഭാരതത്തിലെ ജനങ്ങൾ 1989 ഇലക്ഷൻ സമയത്ത് പ്രത്യേകിച്ചും അതിനു മുമ്പും ഒരാളെക്കുറിച്ചൊരു മുദ്രാവാക്യം വിളിച്ചിരുന്നു, ഗലി ഗലി മേ ഷോർ ഹേ രാജീവ് ഗാന്ധി ചോർ ഹേ എന്ന് പറഞ്ഞാൽ തെരുവുകൾ തോറും മുദ്രാവാക്യം മുഴങ്ങുന്നു രാജീവ് ഗാന്ധി കള്ളനാണെന്ന്. ഇതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉയരുന്നതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഭാരതത്തിന് പ്രതിരോധത്തിന് ആവശ്യമായ ബോംബ് തോക്കുകൾ സംഭരിച്ച് വാങ്ങിയതിൻ്റെ പേരിൽ രാജീവ് ഗാന്ധിയും കുടുംബവും സോണിയ ഉൾപ്പെടെ കൈക്കലാക്കിയ കോടികളുടെ പേരിൽ ഭാരതത്തിലെ ജനം വിളിച്ചതാണ്, ആ പണം മോഷ്ടിച്ചതിന് പേര് വിളിച്ചതാണ് ഗലി ഗലി മേ ഷോർ ഹേ രാജീവ് ഗാന്ധി ചോർ ഹേ. ഭാരതത്തിൻ്റെ ഖജനാവ് മോഷ്ടിച്ചതിന് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് രാജീവും സോണിയയും വരെ പല കേസുകളിലെയും ജനങ്ങളുടെ മുമ്പിൽ കള്ളന്മാരായി നിൽക്കുമ്പം ഒരു പൈസയുടെ പോലും അഴിമതി ആരോപണം ഇന്നുവരെ ഉയർത്തപ്പെട്ടിട്ടില്ലാത്ത ഏതാണ്ട് 25ഓളം വർഷങ്ങൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഭരിച്ച നരേന്ദ്രമോദിക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ലാത്തപ്പോഴും അതിൻ്റെ ഒന്നും പേരിൽ ചോറെന്ന് വിളിക്കാൻ പറ്റില്ല, കള്ളനെന്ന് വിളിക്കാൻ പറ്റില്ല, ചൗക്കിദാർ ചോറെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇപ്പം പറയുന്ന വോട്ട് ചോറെന്ന് വിളിക്കാം. കൃത്യമായി പണം കെട്ടതിന്, രാജ്യത്തിൻ്റെ സമ്പത്ത് കെട്ടതിന്, അഴിമതിയായി അടിച്ചു മാറ്റിയതിന് നിരവധി തവണ പ്രതിക്കൂട്ടിലാകേണ്ടി വന്നിട്ടുള്ള കുടുംബത്തിൻ്റെ ഇന്നത്തെ അവകാശിയാണ് പറയുന്നത്. അതുകൊണ്ട് ആ ചോറ് എന്നുള്ള ആവർത്തിച്ചുള്ള പറച്ചിലുണ്ടല്ലോ, ആ പറച്ചിൽ ശരിക്കും പറഞ്ഞാൽ രാഹുൽ പറയുന്നത് 6 മാസം കഴിഞ്ഞാൽ, ഇടയ്ക്ക് പറഞ്ഞല്ലോ ഭാരതത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത്, അത് നരേന്ദ്രമോദി കൊടുക്കുന്ന സുരക്ഷാ സംവിധാനം ഒന്ന് മാറ്റാമെങ്കിൽ മോദിക്കെതിരെ ഈ പറയുന്ന തോന്നിവാസം ആവർത്തിച്ചാൽ ജനങ്ങൾ രാഹുലിനെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരുമെന്ന് രാഹുൽ അറിയണം. അല്ല, മോദിക്കെതിരെ മാത്രമല്ലല്ലോ, ഇപ്പൊ മോദിക്ക് അമ്മയ്ക്കെതിരെയും ഇപ്പൊ കോൺഗ്രസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇന്നലെ വന്ന വിഷയത്തിലേക്ക് വരാം. ഹൈഡ്രജൻ ബോംബിലേക്ക് എന്താ അവിടെ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങളെല്ലാം കുഴപ്പത്തില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് ഈ രാഹുലിന് അറിയാവോ? ആരാ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കറിയാവോ? വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രാഥമികമായി ഇറങ്ങുമ്പം പരാതി ബോധിപ്പിക്കേണ്ടത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ പോലൊരു വലിയൊരു രാജ്യത്ത് വ്യാപകമായ കോടിക്കണക്കിന് ജനങ്ങൾ, 90 കോടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, വരുന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ആ പ്രിപ്പറേഷനകത്ത് എവിടെങ്കിലുമൊക്കെ ചില പോരാളികൾ ഉണ്ടാവും, സംശയമില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, 1952 മുതൽ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് വരെയുള്ള അല്ലെങ്കിൽ വന്ന 2014 ഇലക്ഷന് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരുന്നു എന്ന് രാഹുലിന് പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് അന്വേഷിച്ചാലും പല വിഷയങ്ങളും പലയിടത്തും ഉണ്ടാവും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിയ കഥ, ലിസ്റ്റിൽ നിന്നും അവരുടെ പേര് റിമൂവ് ചെയ്ത കഥ. ഇനി അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വെസ്റ്റ് ബംഗാളിലെയും കേരളത്തിലെ കണ്ണൂർ ജില്ലകളിലെയും മറ്റും ഗ്രാമങ്ങളിലെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പോകാൻ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ വീട്ടിലിരുന്നാൽ മതിയെന്ന് പറയും. ആ വോട്ട് അവസാനിക്കുന്ന നേരത്തിന് മുമ്പായിട്ട് ആ വോട്ടെല്ലാം ചെയ്തിരിക്കും. അവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ടാണെങ്കിൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട്. വോട്ട് ചെയ്യാൻ പോകേണ്ടവനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ അങ്ങനെ മൊത്ത വോട്ടും ചെയ്ത് കള്ള വോട്ട് ചെയ്ത് ബൂത്ത് പിടിച്ച് തെരഞ്ഞെടുത്ത് ജയിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ കൊച്ചുമകൻ
ഇന്ദിരയുടെ കൊച്ചുമകൻ രാജീവിൻ്റെ കൊച്ചുമകൻ ഓർക്കുക, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. 52 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ BR അംബേദ്കറെ ബോംബെയിൽ നിന്ന് പരാജയപ്പെടുത്തുമ്പം അംബേദ്കർ എന്ന് പരാജയപ്പെട്ടത് കേവലം 15,000 വോട്ടിനാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണ സംവിധാനം അന്ന് 85,000 വോട്ടാണ് കള്ളത്തരത്തിൽ അസാധുവായിട്ട് പ്രഖ്യാപിച്ചത്. ഓർക്കുക, വോട്ട് ചോരി ആരാ ചെയ്തത്? കോൺഗ്രസിന്റെ പ്രവിശ്യകളിലുള്ള വോട്ട് 15-ൽ 13 കിട്ടിയ സർദാർ പട്ടേലിൽ നിന്ന് പ്രധാനമന്ത്രി പദം മോഷ്ടിച്ചെടുത്ത കള്ളൻ അതാരായിരുന്നു എന്ന് രാഹുൽ പറയട്ടെ. ഇന്ദിര മരിച്ചു കഴിഞ്ഞപ്പം ഒരു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഒന്നും കൂടാതെ തന്നെ അതിന് മുമ്പൊക്കെ ചെയ്തത് എങ്ങനെയാണ്? ജവഹർലാൽ നെഹ്റു മരിച്ചപ്പം ഭരണഘടനയിൽ വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് അന്ന് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ലാൽ ബഹദൂർ ശാസ്ത്രിയെ താൽക്കാലിക പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദയെ താൽക്കാലിക പ്രധാനമന്ത്രിയാക്കി, സീനിയർ മോസ്റ്റ് ആയതുകൊണ്ട്. പാർലമെന്ററി പാർട്ടി കൂടി ലാൽ ബഹദൂർ ശാസ്ത്രിയെ തിരഞ്ഞെടുത്തു. ശാസ്ത്രി മരിച്ചപ്പോഴോ അതേ ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം ആരോഗ്യപരമായ കീഴ്വഴക്കം ആവർത്തിച്ചു. താൽക്കാലത്തേക്ക് സീനിയർ മോസ്റ്റ് ആളെ ഗുൽസാരിലാൽ നന്ദയെ പ്രധാനമന്ത്രിയാക്കി. എന്നിട്ട് പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് നിർദ്ദേശിച്ചതനുസരിച്ച് ഇന്ദിരാഗാന്ധിയെ പിന്നീട് പ്രധാനമന്ത്രിയാക്കി. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഇതിൻ്റെയല്ല വേണ്ടിയിരുന്നു 1984 ഒക്ടോബർ 31 ആദ്യം സീനിയർ മോസ്റ്റ് ആയിരുന്ന നരസിംഹറാവുവിനെ അല്ലെങ്കിൽ പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയായി തൽക്കാലത്തേക്ക് നിയമിച്ചിട്ട് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ടല്ലേ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അന്ന് രാജീവ് അതിനുവേണ്ടി കാത്തു നിന്നില്ല. 1984 ഒക്ടോബർ 31 രാവിലെ വെടികൊണ്ട് വേണ ഇന്ദിരയുടെ മരണം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാൻ പോലും രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്യിക്കുമെന്നുള്ള ആ ഗ്യാനി സെയിൽ സിംഗിന്റെ പ്രഖ്യാപനം വരുന്നതുവരെ കാത്തിരുന്നു. 2 വാർത്തയും ഇന്ദിരയെ വെടിവെച്ച് കൊന്നൊന്നും രാജീവിനെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞുവെന്നും പറഞ്ഞത് പ്രതിജ്ഞ ചെയ്യിച്ചെന്ന് പറയുന്ന ഒരേ സന്ദർഭത്തിലാണ്. എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട അമ്മച്ചിയുടെ മൃതശരീരത്തെ അഗ്നിക്ക് സമർപ്പിക്കുന്നതിന് പോലും കാത്തിരിക്കാതെ പ്രധാനമന്ത്രി അത് കവർന്നെടുത്ത കള്ളനല്ലേ രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിയെ ഗട്ടിച്ചോർ അധികാരത്തിന്റെ കള്ളൻ എന്ന് വിളിക്കാൻ രാഹുൽ തയ്യാറുണ്ടോ? അതും അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. എന്താണ് ഇന്നലെ പറഞ്ഞ കാര്യം? അദ്ദേഹം ആദ്യം ഞാൻ ഡിലീഷൻ പറഞ്ഞു. ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ഇന്നലെ ഞാൻ ആദ്യം അഡീഷൻ പറഞ്ഞു, ഇന്നലെ ഡിലീഷൻ പറഞ്ഞു. എന്താ ഡിലീഷൻ ഉണ്ടായത്? 6000-ൽ പരം വോട്ടർമാരുടെ പേരുകൾ ആ പ്രത്യേക നിയമസഭയിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യം ഉയർന്നു. ഓൺലൈനായിട്ടുള്ള അപേക്ഷ വന്നു. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ആ ഓൺലൈൻ അപേക്ഷ വന്നത് പരിഗണിച്ചു. അങ്ങനെ ഇപ്പം ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗോപാലസ്വാമി, പഴയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗോപാലസ്വാമി ഇന്ത്യ ടുഡേയുടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ പരിഗണിച്ചിട്ട് അന്വേഷണം നടത്തി ആളുകളുമായി ഫീൽഡ് എൻക്വയറി നടത്തിയ ശേഷം മാത്രമേ ക്യാൻസലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 10-25 പേരുടെ വോട്ടേ ക്യാൻസലായിട്ടുള്ളൂ. ഒപ്പം തന്നെ ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ അന്ന് ഭാരതം ഭരിക്കുന്നതും കർണാടക ഭരിച്ചിരുന്നതും BJP ഗവൺമെൻറ്റാണ്. ആ കാലത്ത് തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പതിവിൽ കഴിഞ്ഞ എണ്ണത്തിൽ 6000 പേരുടെയും അപേക്ഷ വന്നതിൻ്റെ പേരിൽ. അത് തന്നെയല്ല, ഇപ്പം ഒരു IP-യിൽ നിന്ന് 6-ൽ കൂടുതൽ അങ്ങനെ അയക്കാൻ പറ്റും നിയന്ത്രണമായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മണ്ഡലത്തിൽ ജയിച്ചതും കോൺഗ്രസ്. എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം, ഇതൊക്കെ അന്വേഷിക്കേണ്ട സമയം എപ്പോഴാണ്? നമ്മളൊരു കോഫി ഹൗസിൽ കയറി ചായ കുടിക്കാൻ കയറുക, ബാക്കി കിട്ടിയില്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് പറയണം, വേണ്ടേ? എന്ന് പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ പരാതി ഉണ്ടെങ്കിൽ ആദ്യം ലിസ്റ്റ് ഇറങ്ങുമ്പം പറയണം. ഫൈനൽ ലിസ്റ്റ് ഇറങ്ങുമ്പോഴും വേണേൽ പറയാം, ഇലക്ഷൻ സമയത്തും പറയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിൽ പോലും എഴുതി ഒപ്പിട്ട് കൊടുത്തൊരു പരാതി കൊടുത്ത് അവിടെ വെച്ച് കൊടുക്കാൻ ഇയാൾ തയ്യാറാകത്തെന്തുകൊണ്ടാണ്? പറയുന്നത് കള്ളമാണെന്ന് ഈ കള്ളന്, ഈ ചോര രാഹുലിന്
ഉറപ്പുള്ളത് കൊണ്ടല്ലേ അത് ആവർത്തിച്ച് പറയാതിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനം ഒരു കാര്യം ഞാൻ പറയുക. ഇന്നലത്തെ അദ്ദേഹം അവസാനത്തെ ഒരു കാര്യം പറഞ്ഞു. അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു രീതിയുണ്ട്, കയ്യിലൊരു ഭരണഘടന ഇങ്ങനെ പൊക്കിപ്പിടിക്കും, എന്നിട്ട് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ, സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്നലെ എന്താ പറഞ്ഞത്? ജനാധിപത്യം രക്ഷിക്കുന്നത് എൻ്റെ ജോലിയല്ല. അതാര് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്? സർക്കാർ. ഭാരതത്തിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ജൻ ഇസഡ് എന്ന് പറഞ്ഞാൽ നേപ്പാളിൽ സംഭവിച്ചതുപോലെ ഭാരതത്തിലെ പുതിയ ജനറേഷൻ, പുതിയ തലമുറ, ജനറേഷൻ ഇസഡ് വിദ്യാർത്ഥികളും യുവജനങ്ങളും ചേർന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നില്ലേ, അനാർക്കി, അരാജകത സൃഷ്ടിക്കുന്നില്ലേ? അങ്ങനെ ഭാരതത്തെ രക്ഷിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു കാര്യം ഓർക്കണം. എന്താണ് നേപ്പാളിലെ പുതിയ തലമുറ സമരത്തിൻ്റെ പ്രധാന കാരണം? അവരെന്ന് പറയുന്നത് നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന വരേണ്യ വിഭാഗത്തിൻ്റെ കുട്ടികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ സാധാരണക്കാരിലെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് ലഭിക്കാത്തതിൻ്റെ പേരിലായിരുന്നത്. ഭരണം ആസ്വദിക്കുന്ന, ഭരണപക്ഷത്തിരിക്കുന്ന മക്കള് പുറത്തുപോയി ജീവിതത്തിൽ കിട്ടാവുന്നതിൻ്റെ പരമാവധി ആനുകൂല്യങ്ങൾ നേടിയ ശേഷം അവരാഘോഷിക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പം പട്ടിണിക്കാരൻ്റെ മനസ്സിലുണ്ടായ തീയാണ് അവിടെ സമരമായി മാറിയത്. അങ്ങനെ വന്നാൽ ഭാരതത്തിൽ അങ്ങനെ ഒരു ജനറേഷൻ ഇസഡിൻ്റെ സമരം ഉണ്ടായാൽ ആദ്യം തല്ലിക്കൊല്ലേണ്ടത് ആരെയാണ്? ആദ്യം ആക്രമിക്കേണ്ടത് ആരെയാണ്? ഭാരതത്തിലെ 1-ാം നമ്പർ നെപ്പോക്കിഡാണ് രാഹുൽ. ഭരണകൂടത്തിൽ അല്ലെ ഭരണാധികാരത്തിൽ ഇരുന്നതിൻ്റെ പേരിലുള്ള എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും, സഞ്ജയുടെ ഭാര്യ രാജീവിൻ്റെ ഭാര്യ സോണിയയും മക്കൾ പ്രിയങ്കയും രാഹുലും ഒക്കെ അനുഭവിച്ചത്ര ആ പ്രിവിലേജ്ഡ് സമൂഹത്തിൻ്റെ അനുഭവങ്ങൾ വേറെ ആരെങ്കിലും ഭാരതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ജോലി ചെയ്യാതെ ജീവിക്കാം, വേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടും, ആസ്തി എത്രയുണ്ടെന്ന് മക്കൾ മാത്രമല്ല മരുമകനും അനുഭവിക്കും. അതെ, റോബർട്ട് വധേരിക്കുമുണ്ട്. ആസ്തി എത്ര ഉണ്ടെന്ന് ആർക്കും അറിയില്ല. എന്നിട്ടും സ്ഥിരം മോഷണം തന്നെയാണ് പണി. കിട്ടിയ അവസരത്തിൽ ഏത് സംസ്ഥാന ഗവൺമെൻറ് ഭരണം കിട്ടിയാൽ പോലും അതിനെല്ലാം ഏറ്റവുമായിട്ട് ഉപയോഗിക്കുന്ന ആ കോൺഗ്രസ് രാഷ്ട്രീയക്കാരന് മറ്റുള്ളവരുടെ മേലിൽ വിരൽ ചൂണ്ടുമ്പം നേപ്പാൾ ഇവിടെ ആവർത്തിക്കാം എന്നാഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുവെച്ചിരിക്കുന്നു. ഭാരതത്തിൽ ഒരു നേപ്പാൾ നടക്കില്ല, ഒരു ബംഗ്ലാദേശിലുള്ള സംഭവം ആവർത്തിക്കാൻ പറ്റില്ല. അതിനെയൊക്കെ പ്രതിരോധിക്കുന്നുള്ള ശേഷിയും ശേംഷിയുമുള്ള ഒരു ജനത ഭാരതത്തിലുണ്ട്. അഴിമതി കാണിക്കുകയില്ല, തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ള നരേന്ദ്രമോദിക്ക് 75 വയസ്സ് കഴിഞ്ഞതിനെ ലോകത്തിൻ്റെ ആഘോഷമാക്കി മാറ്റിയെങ്കിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ഭാരതത്തെ വികസിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തോടൊപ്പവും ഭാരതത്തിൻ്റെ ജനതയുണ്ടാവും. ഭാരതത്തിലെ ജനാധിപത്യം ഏത് രാഹുൽ വിചാരിച്ചാലും, ഏത് INDA മുന്നണി വിചാരിച്ചാലും, അവർക്ക് ഏത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും സഹായം ലഭിച്ചാലും അവർക്കൊന്നും ഇതിനെ തകർക്കാൻ കഴിയില്ല. കാരണം ഭാരതത്തിന് ജനാധിപത്യം വേണം, ലോകത്തിന് ഭാരതത്തെയും വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.